നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ എടുത്തിരിക്കെ സർക്കാർ മുഖം മിനുക്കാൻ നിർബന്ധിതരാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയം നേരിടേണ്ടി വന്നതിനാൽ തുടർച്ചയായുള്ള 3ാം മന്ത്രിസഭ എന്നത് സർക്കാരിന് കിട്ടാക്കനിയാകും എന്ന ചിന്ത ഇടതുമുന്നണിയെയും സർക്കാരിനെയും വല്ലാതെ അലട്ടുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യവും മന്ത്രിമാരുടെ വാവിട്ട വാക്കുകളും ചെയ്തികളും വിചാരണ ചെയ്യപ്പെടുക കൂടി ചെയ്യുന്ന ഈ ഘട്ടം സർക്കാരിന് ഏറെ നിർണായകവുമാണ്. അതുകൊണ്ടാണ് ഒരു കൈ കടന്നുകൊണ്ടുള്ള സർക്കാരിൻ്റെ പുതിയ നീക്കം. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതിന് പിന്നാലെ തലസ്ഥാനമടക്കം കടലാക്രമണ പ്രതിരോധത്തിന് 43.65 കോടി രൂപ മന്ത്രിസഭാ യോഗം അനുവദിച്ചു. പട്ടികവർഗ വീടുകളടക്കം 1137 വീടുകൾ വൈദ്യുതീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സാധാരണ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഒരുക്കി അടിസ്ഥാന ജനവിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. ജനവികാരം എതിരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം മിനുക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് നൽകാൻ സപ്ലൈകോ എടുത്ത വായ്പയുടെ ബാധ്യത 4000 കോടിയോളം രൂപയാണ്. SBI, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവ ഉൾപ്പെടെ കൺസോർഷ്യത്തിന് നിലവിൽ 2490 കോടി രൂപയാണ് ബാധ്യത. കർഷകർക്ക് നൽകിയ PRS വായ്പയായി 1297.74 കോടി രൂപയും അടച്ചു തീർക്കാനുണ്ട്. സംഭരിക്കുന്ന നെല്ലിന് ആനുപാതികമായി അരി ലഭിക്കുന്നതിലെ വ്യത്യാസം സംബന്ധിച്ച ഔട്ട് ഓൺ റേഷ്യോ, പ്രോത്സാഹന ബോണസ്, CMR അരിയുടെ വില എന്നീ ഇനങ്ങളിൽ സംസ്ഥാന സർക്കാർ 1058.13 കോടി രൂപയും സബ്സിഡിയും ഗതാഗത ചെലവും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ 1077.67 കോടി രൂപയും സപ്ലൈകോയ്ക്ക് നൽകാനുണ്ട്. നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കവെയാണ് 100 കോടി അനുവദിച്ചത്. നെല്ല് സംഭരണ ചുമതലയുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി വിതരണത്തിനായാണ് തുക നൽകിയത്. ഈ വർഷം നേരത്തെ 185 കോടി രൂപയും അനുവദിച്ചിരുന്നു. ഫെബ്രുവരി വരെ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയാണ് അന്ന് അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 606 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ 285 കോടി രൂപ ഇതിനകം അനുവദിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലും സബ്സിഡി വിതരണം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുകയാണ്. കേന്ദ്രത്തിന്റെ താങ്ങുവില ചരക്കുകൂലി സഹായത്തിൽ 1100 കോടി രൂപയോളം കുടിശ്ശികയാണ്. 2017 മുതലുള്ള തുകകൾ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. കേരളത്തിൽ PRS വായ്പാ പദ്ധതികൾ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കും. പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കുകയും ചെയ്യും. കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. വായ്പാ ബാധ്യത കർഷകന് ഏറ്റെടുക്കേണ്ടി വരുന്നതുമില്ല. കേരളത്തിൽ മാത്രമാണ് നെൽ കർഷകർക്കായി ഇത്തരമൊരു പദ്ധതി നിലവിലുള്ളത്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 1600 രൂപയായ പെൻഷൻ 150 രൂപയെങ്കിലും കൂട്ടി 1750 ആക്കാനാണ് ആലോചന. പെൻഷൻ 2000 രൂപയാക്കുമെന്നായിരുന്നു LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. സംസ്ഥാനത്ത് 49,84,258 പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. സംസ്ഥാന വിഹിതം കേന്ദ്ര വിഹിതവും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതമായ 1100 മുതൽ 1400 രൂപ വരെ കൃത്യമായി ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂറായി നൽകിയ കേന്ദ്ര വിഹിതമായ 200 മുതൽ 500 രൂപ വരെ പ്രത്യേകമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തുന്നതായാണ് സർക്കാരിന്റെ ആരോപണം. ചില ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതമായ 200 മുതൽ 500 രൂപ വരെ സംസ്ഥാന വിഹിതത്തോടൊപ്പം ലഭിക്കുന്നുമില്ല.